ഒരു മറിച്ച മോൻ എന്തോ പറയാനുണ്ട്, കേട്ട് നോക്കാം നമുക്ക് അല്ലേ. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ഫോറൻസിക് ലാബിന് വേണ്ടി ആത്മാർത്ഥമായി തൃശൂർക്കാർ എന്നോട് ചോദിക്കില്ല. തൃശൂര് താമസിക്കാത്ത, തൃശൂരിനെ അറിഞ്ഞുകൂടാത്ത കുറെ എവിടെങ്കിലുമൊക്കെ ഇരുന്ന് കൂലി വാങ്ങിച്ചിട്ട് ശ്രീ പിണറായിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഒക്കെ കൂലി വാങ്ങിച്ചിട്ട് എഴുതി തള്ളുന്ന എന്നോടുള്ള ചോദ്യങ്ങളുണ്ട്. എന്റെ പൊന്നണ്ണ, അണ്ണൻ ഈ പറയുന്നത് കേട്ടുകൊണ്ട് അവിടെ ഇരുന്ന് കൈയടിക്കുന്ന ആ മറിച്ച മക്കളെ ഉണ്ടല്ലോ. പിന്നെ അണ്ണൻ പറഞ്ഞ പോലെ മറ്റേ തൃശ്ശൂരിനെ അറിയാത്ത, അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ജനിച്ച് കൊല്ലത്ത് ജീവിച്ച് തൃശ്ശൂർ വന്ന് മത്സരിച്ച് ജയിച്ച ആ മോനിപ്പോ ഇതുപോലെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പിക്കൽ തീട്ട സംഖ്യ വായി വരുന്നത് പോലെ അവൻ മറ്റവന്റെ പൈസ വാങ്ങിച്ചു, അവൻ സൂടാപ്പിയാണ്, അവൻ മറ്റേതാണ് മറിച്ചതാണ്, അല്ലാതെ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ കഴിയുന്ന ആരും അതിനകത്തില്ല. പിന്നെ അണ്ണൻ പറഞ്ഞ എയിംസിനെ കുറിച്ചിട്ട് അണ്ണൻ വേറൊരു കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ. മോദിജിയും JP നദ്ദാജിയും പറഞ്ഞത് കേരളത്തിൽ തൃശ്ശൂരും ആലപ്പുഴയും മാത്രമല്ല, കൂടാതെ 5 സ്ഥലങ്ങളും കൂടെ പറയണമെന്ന്. അണ്ണൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് അങ്ങനെയല്ലല്ലോ. എയിംസിന് വേണ്ടി ഒരു സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണെന്നല്ലേ അണ്ണൻ പറഞ്ഞേ. സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അണ്ണൻ ഉടനെ അങ്ങ് പ്ലേറ്റ് അങ്ങ് മറിച്ച്. അണ്ണൻ ഇപ്പൊ ആലപ്പുഴയും പോരാ തൃശ്ശൂരും പോരാ. പിന്നെ ആലപ്പുഴനെ കുറിച്ച് അണ്ണൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അതൊന്ന് കേട്ടിട്ട് ആലപ്പുഴക്കാരെന്ന് ഇതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കണേ. ആലപ്പുഴ ഇത്രയും അടിതെറ്റി കിടക്കുന്ന, എല്ലാ അർത്ഥത്തിലും ചവിട്ടിത്തേക്കപ്പെട്ട് രാഷ്ട്രീയപരമായി വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം, അവിടുത്തെ പ്രജകൾ. കേട്ടല്ലോ. അപ്പൊ ആലപ്പുഴനെ അണ്ണൻ അങ്ങ് നന്നാക്കിയിട്ടേ പോകത്തുള്ളൂ. അണ്ണൻ ആദ്യം ചെന്നിട്ട് ഈ പറഞ്ഞ് കുറെ നാളുകളായില്ലേ ഈ അണ്ണ ഈ എയിംസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി വെച്ച് വന്നിട്ട് ആലപ്പുഴനെ നമുക്കങ്ങോട്ട് മറിക്കാം. അതല്ലേ നല്ലത്. ചോദിക്കുന്നതിന് ഉത്തരം പറയാനുള്ള മര്യാദ കാണിക്കണം. അല്ലാണ്ട് മലയാള ഭാഷയുടെ പിതാവാണെന്നുള്ള രീതിയിലാണ് മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ ഉദ്രംഗം, ഇന്ദ്രംഗം, ഉന്ദ്രംഗം, കന്ത്രംഗം എന്ന് പറഞ്ഞിട്ട് മറുപടി പറയും. മനുഷ്യന് മനസ്സിലാവുന്ന പച്ച മലയാളത്തിൽ മറുപടി പറയാൻ തനിക്ക് കഴിയുമോടെ?